ഇപ്പോഴും ഇത് വാങ്ങണോ എന്ന് കരുതി കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? അയ്യോ, ആ മുകളിലിരിക്കുന്ന പ്രൊഡക്റ്റിനെ അല്ല കേട്ടോ, ആ പ്രൊഡക്റ്റിനെ വിൽക്കാനേ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഹൈച്ചെയറിനെ പറ്റിയാണ്. ഇനിയെങ്കിലും ആ കാർട്ടിൽ നിന്ന് അതിനൊരു മോചനം കൊടുത്തോളൂ. പിന്നെ കഴിഞ്ഞ വീഡിയോക്ക് കിട്ടിയ സപ്പോർട്ട് ഒരു രക്ഷയില്ലായിരുന്നു. പോസ്റ്റ് ചെയ്തൊന്ന് ഉറങ്ങി എണീറ്റ് വന്നപ്പോഴത്തേക്കും വീഡിയോ 1 ഹിറ്റായി. ആ വീഡിയോക്ക് എല്ലാ രീതിയിലും സപ്പോർട്ട് തന്ന പോരാത്തതിന് ഫോളോ ചെയ്ത് കൂടെ എല്ലാവർക്കും പിരുത്ത് നന്ദി. 2 ദിവസമായിട്ട് എൻ്റെ അവസ്ഥ ഇത് തന്നെയായിരുന്നു. ആ വീഡിയോ ഇട്ടതിന് ശേഷം എനിക്ക് DM ആയിട്ട് വന്ന 3 ചോദ്യങ്ങൾ മെയിനായിട്ട് ഇതായിരുന്നു. ഒന്ന്, ഇതുപോലെയുള്ള ഇൻസിഡൻസ് ഫേസ് ചെയ്തിട്ടുണ്ടോന്നായിരുന്നു. രണ്ടാമത്തത്, ബേബി ലെഡ് വീനിങ്ങിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാമോ എന്നുള്ളതായിരുന്നു. മൂന്നാമത്തത്, ഹൈച്ചെയർ യൂസ്ഫുൾ ആണോ അല്ലയോ എന്നുള്ള ഒരു ചോദ്യമായിരുന്നു. സോ ഇന്നത്തെ വീഡിയോ ഹൈച്ചെയറിനെ കുറിച്ചുള്ളതാണ്. 6 മാസമായിട്ട് കുഞ്ഞ് തനിയെ ഇരിക്കാനാകുമ്പോൾ മുതൽ നമുക്ക് വാങ്ങാവുന്ന ഒരു സാധനമാണിത്. ഞങ്ങൾ ജിമ്മിന് ഇൻവെസ്റ്റ് ചെയ്തതിൽ 0.01% പോലും റിഗ്രറ്റ് തോന്നാത്ത ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ഇത്. ഞങ്ങൾ ലവ്ലാപ്പിന്റെ 4-in-1 കൺവേർട്ടബിൾ ഹൈച്ചെയർ ആണ് വാങ്ങിയത്. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആണ്. 1.5 വർഷമായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഇതിന്റെ മുകളിലുള്ള ആ കുഞ്ഞു ചെയർ ഡിറ്റാച്ച് ചെയ്ത് എടുക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഇത് കൊണ്ടുപോകാറുണ്ട്. ഹൈച്ചെയർ വാങ്ങുന്നതിലൂടെ കുട്ടികൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ഫുഡ് പിക്ക് ചെയ്യാനും തനിയെ കഴിക്കാനും ഒക്കെ പഠിക്കും. വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അവർക്ക് ആ ഹൈച്ചെയർ കാണുമ്പോൾ തന്നെ ഓക്കെ ഫുഡ് കഴിക്കണം എന്നുള്ള കാര്യം പെട്ടെന്ന് തന്നെ മനസ്സിലാവും. മാത്രമല്ല അവർ തനിയെ ഫുഡ് പിക്ക് ചെയ്യും, അതിന്റെ ടെക്സ്ചർ അറിയും, തനിയെ വായിലേക്ക് വെക്കുകയൊക്കെ ചെയ്യുമ്പോൾ ധാരാളം മെസ്സേജസ് ബ്രെയിനിലേക്ക് വിടുന്നുണ്ട്. ഇത് ബ്രെയിൻ ഡെവലപ്മെന്റിനും കാരണമാവും. ഹാൻഡ് ആൻഡ് ഐ കോർഡിനേഷൻ, സെൻസറി മോട്ടോ സ്കിൽ ഡെവലപ്മെന്റ്, ഇതൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ എന്തിനേറെ പറയണം, ജസ്റ്റ് ഒന്ന് ChatGPT-യോട് ചോദിച്ചാൽ മതി. പിന്നെ നമ്മുടെ നാട്ടിന്റെ രീതി എന്ന് പറയുന്നത് വാരി കൊടുത്താലേ വയറ് നിറയുമെന്നാണല്ലോ. വയറ് മാത്രം നിറഞ്ഞാൽ മതിയോ? ഇതിലൂടെ അവർ ഇൻഡിപെൻഡന്റ് ആവണം, ബ്രെയിൻ ഗ്രോത്ത് നടക്കണം, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളില്ലേ. ഈ സമയത്ത് തിലകൻ ചേട്ടനെ സ്മരിക്കുന്നു. വയറ് മാത്രം നിറഞ്ഞാൽ പോരാ, മനസ്സ് നിറയണം. ചെയറിന്റെ ലിങ്ക് വേണ്ട ഒരു ലിങ്ക് എന്ന് കമന്റ് ചെയ്താൽ മതി. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് കൂടാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ.